തെങ്ങിനും കവുങ്ങിനും ഒരേ ത്ലാപ്പിട്ട് കയറാനുള്ളൊരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലല്ലോ. ഛത്തീസ്ഗഡിൽ BJP പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് അവിടുത്തെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ, അവിടെ മതപരിവർത്തനമെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക. അതേസമയം കേരളത്തിലെ BJPക്ക് ക്രിസ്ത്യാനികളില്ലാതെ പറ്റുകയുമില്ല. ഒരിടത്ത് തെങ്ങാണ്, ഒരിടത്ത് കവുങ്ങാണ്. BJPയുടെ കയ്യിലാണെങ്കിൽ BJP എന്ന പാർട്ടിക്ക് ഒരൊറ്റ തളാപ്പേ ഉള്ളൂ. ഇതെന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യത്തെ 4 ദിവസം ഛത്തീസ്ഗഡ് BJPക്ക് വേണ്ടി BJP ദേശീയ നേതൃത്വം അടക്കം ഒരു നാടകം കളിച്ചു. കന്യാസ്ത്രീകളെ പിടിച്ചകത്തിടുന്നു, അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു, വീണ്ടും കോടതിയിൽ പോകുമ്പോൾ അവിടെയും സർക്കാർ എതിരെ നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു 4 ദിവസം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ ഛത്തീസ്ഗഡിലെ BJPയുടെ മുഖ്യമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇവർ മതപരിവർത്തനത്തിന് വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. 4 ദിവസം കഴിയുമ്പോൾ അമിത്ഷാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് NIA കോടതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് UDF MP മാരെ അറിയിക്കുകയാണ്. BJP MP മാരെ പോലും അല്ല, UDF MP മാരെ അറിയിക്കുകയാണ്. ഇനി അടുത്ത 4 ദിവസം കേരള BJPക്ക് വേണ്ടി ദേശീയ നേതൃത്വം കളിക്കാൻ പോവുകയാണ്. തെങ്ങിൽ നിന്നിറങ്ങി ഇനി കവുങ്ങി കയറാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കേസ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല BJP ഭരിക്കുന്ന ഝാർഖണ്ഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിലെ സർക്കാർ. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാമ്യം കിട്ടും, പക്ഷേ കേസ് അവിടെ തന്നെ നിൽക്കും. കേസിൻ്റെ മുഴുവൻ നൂലാമാലകൾക്കും ഈ കന്യാസ്ത്രീമാരും അതിൻ്റെ കൂടെയുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ തന്നെ പോകും. പക്ഷേ തൽക്കാലത്തേക്ക് കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാം എന്നാണ് BJP കരുതുന്നത്. അങ്ങനെ തെങ്ങും കവുങ്ങുമായി മാറി മാറി കയറാനുള്ള ഒരു മനോഹരമായ പദ്ധതിയാണ് ഇപ്പോൾ ആലോചിച്ച് വച്ചിരിക്കുന്നത്.